ോടാണോ നിന്റെ കളി? നമ്മളമ്മാവന്റെ വീട്ടിലെത്തിയേ. ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. ഇതുപോലെ ഇടയ്ക്കൊക്കെ വരണേ. അപ്പൊ ശരി, ബൈ ബൈ. അല്ലെ ലൈൻ തിരിച്ചു പോകുമ്പോഴേ പറയാറുള്ളത്. ഞങ്ങളിതാ ഇപ്പൊ എത്തിയല്ലേ ഉള്ളൂ. അമ്മാവൻ ഞങ്ങളെ അമ്മാവന്റെ പുതിയ വീട് കാണാൻ വേണ്ടി ഡിന്നറിനെ വിളിച്ചിരുന്നു. അതെ, അമ്മാവന്റെ ഡിന്നർ പാർട്ടിക്ക് വരുന്നതുകൊണ്ട് ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുമില്ല. സംശയമുണ്ടോ? വേഗം അകത്തേക്ക് പോകാം. വന്നോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണേ. എന്താണ് ഓർക്കേണ്ടത്? അത് ഞാൻ മറന്നുപോയി മോനെ. ആ ഓർമ്മ വരുമ്പോ ഞാൻ തീർച്ചയായും പറഞ്ഞോളാം. അകത്ത് പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് വേണ്ടി നോൺ വെജ് പിസ്സ, പിന്നെ ബർഗർ, സാൻഡ്വിച്ച് എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഈ കാര്യം മാത്രം മറന്നുപോയില്ലേ അമ്മാവൻ? സോറി, ഈ കാര്യം മറന്നു പോവാൻ ഞാൻ മറന്നുപോയി. ഭക്ഷണം വേഗം കൊണ്ടുപോയി എന്റെ അമ്മാവാ. ഭക്ഷണത്തിന്റെ കാര്യം കേട്ടപ്പോ മുതൽ എന്റെ വയറ്റില് ഉറുമ്പുകൾ ഓടാൻ തുടങ്ങി. എടാ വയറ്റിനകത്ത് ഉറുമ്പല്ല, എലി ഓടാറുണ്ടെന്നാ പറയാറുള്ളത്. നീ എന്റെ വയറ്റിലോട് നോക്കടാ. എലി അല്ല, എലിക്കുള്ള ഗ്യാപ്പില്ല. ഉറുമ്പിന് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സംശയമുണ്ടോ? പിള്ളേരെ, ഒരു കാര്യം പറയാം. നിങ്ങൾ എല്ലാരും ആലു പൊറോട്ട കഴിക്കുമല്ലോ. പിന്നെ എന്നാ ഇതാ ഉരുളക്കിഴങ്ങ്. ഇത് തൊലി കളഞ്ഞങ്ങ് ഉണ്ടാക്കിയോ. ഇത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ ഒരു കാര്യം ഓർത്തോളണേ. എന്താ? അത് ഞാൻ മറന്നുപോയി. പിന്നീട് ഓർക്കുമ്പോ പറഞ്ഞോളാം മോനെ. സംസാരം കൊണ്ടല്ല, എന്റെ വയറ് ഭക്ഷണം കൊണ്ടാണ് നിറക്കേണ്ടത്. വിശപ്പിന്റെ തീവ്രത അനുസരിച്ച് ഞാൻ ചിലപ്പോ പച്ച ഉരുളക്കിഴങ്ങ് തിന്നിരിക്കും. അടിപൊളി മിഠായി. സോറി ഫ്രണ്ട്സ്, പച്ച ഉരുളക്കിഴങ്ങിന്റെ പ്ലാൻ ക്യാൻസൽഡ്. ആദ്യം ഒരു പച്ച കഴിക്കാം. ബോഡി കളറുമായിട്ട് നല്ല മാച്ചാണ്. ഇനി ഒരു ചുവപ്പ്, അതിന്റെ ചുണ്ടുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. ആഹാ, ഇനി ഓറഞ്ച് കളർ കഴിക്കാം. ഇത് നിന്റെ എന്തായിട്ട് മാച്ച് ആവുന്നേ? അതിന്റെ വയറ്റിൽ ഉറുമ്പ് ഓടുന്നു എന്ന് പറഞ്ഞില്ലേ? ആ ഉറുമ്പ് കെട്ടിയിരിക്കുന്നത് ഓറഞ്ച് വാച്ച. എന്റെ വിശപ്പ് കമ്മി. കുട്ടികളെ, ഇപ്പൊ ഓർമ്മ വന്നു. ആ ടേബിൾ വെച്ചിരിക്കുന്ന മിഠായി ഉണ്ടല്ലോ, അത് മിഠായി അല്ല, വിശപ്പ് കൂട്ടാനുള്ള ഗുളികകളാ. അതെ, ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കാം. ഇതെന്റെ മരുമോൻ ഡോക്ടർ ബാലു ഇല്ലേ, അവനാണ് എനിക്ക് വേണ്ടി കൊടുത്തയച്ചത്. എന്റെ ഈശ്വരോ, പോപ്പട്ടാണെങ്കിൽ അത് ഒരുപാട് കഴിച്ചു പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ, ഈ പോപ്പട്ടിന്റെ വയറ്റിൽ ഇത്രയും സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് വീട്ടിലേക്ക് പുതിയ അലമാരി ഒന്നും വാങ്ങിക്കില്ലായിരുന്നു. 4 പെട്ടിയും ഒരു ബാഗും എന്റെ വയറ്റിൽ തന്നെ കൊള്ളാമല്ലോ. യമ്മി, എന്റെ വിശപ്പ് മാറുന്നില്ല മമ്മി. ഇനിയും കഴിക്കാൻ വല്ലതും തായോ. അമ്മോ, അച്ഛോ, അമ്മമ്മേ. നിന്റെ ഈ തീറ്റ കണ്ടിട്ട് ജലപാനമില്ലാത്ത വ്രതം പോലെ മുറിയുമെന്നാണ് തോന്നുന്നത്. ഇനി കഴിക്കാനായിട്ടൊന്നും ബാക്കിയില്ല. ആ മിഠായി ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ കഴിച്ചോളാം. ആ ഗുളിയുടെ കുപ്പി എടുത്ത് മാറ്റിക്കോ. പോപ്പട്ടിന് കൊടുക്കല്ലേ? അണി, നിന്റെ വാച്ചിൽ സമയം എത്രയായി? ഞാൻ എന്താ ഇപ്പൊ തന്നെ നോക്കിട്ട് പറയാം. 12 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആയി. മണ്ടനാക്കിയല്ലേടാ. ഇനിയിപ്പോ നമ്മൾ ചന്ദ്രനിലേക്ക് ഷിഫ്റ്റ് ആവേണ്ടി വരും. എന്തിനാ? കാരണം ഭൂമിയിലുള്ള ഭക്ഷണം മുഴുവൻ ഇവൻ കഴിക്കുമല്ലോ. അപ്പൊ നമ്മൾ എന്താ കഴിക്കുക? ഈ ഗുളിയുടെ ഫലമാണെങ്കിൽ ഒട്ടും കുറയത്തുമില്ലല്ലോ. യമ്മി, എന്റെ വിശപ്പ് മാറുന്നില്ല മമ്മി. കുട്ടികളെ, നിങ്ങൾ പോപ്പട്ടിനെ തിരിച്ചു കൊണ്ടുപോവാ. ഞാൻ അവന്റെ വിശപ്പ് മാറാനുള്ള കരിമരുന്ന് കൊടുക്കാം. എന്റെ അമ്മാവ, അവന് കരിമരുന്നല്ല കൊടുക്കേണ്ടത്, മാറാനുള്ള മരുന്നാണ്. ഓ സോറി മോനെ, ഞാൻ ആ കാര്യം മറന്നുപോയി. ദീപാവലിയെ കുറിച്ച് ഓർത്തേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു.
ഇതെല്ലാം ഫിനിഷായി. എനിക്കൊരു 200 ചപ്പാത്തിയും നല്ല പരിപ്പ് കറിയും വേണം. പിന്നെ അതിന്റെ കൂടെ ഒരു ഗ്ലാസ് ലസ്സിയും കൂടെ എടുത്തോ. ഇതിൽ എന്തായാലും ആശ്വാസമുണ്ടോ? ഒരു ഗ്ലാസ് അല്ലേ ചോദിച്ചോളൂ. ഗ്ലാസ് ചെറുതാക്കണ്ട, ഒരു ഡ്രമ്മിന്റെ അത്ര ആയിക്കോട്ടെ. സാർ, നമ്മുടെ പശുക്കളോട് കുറച്ച് ദയവ് കാണിക്കണം. സാറിന്റെ ലസ്സി കുടിപ്പിച്ച് ഞങ്ങളുടെ പശുക്കളെല്ലാം ശോഷിച്ചു പോയിരിക്കുകയാണ്. പോപ്പട്ടെ, നീ എന്താ ഈ ചെയ്യുന്നേ? നിന്റെ വിശപ്പടക്കാൻ വേണ്ടിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ പോപ്പാ. ഐ ആം സോറി. ഇന്ന് ഞാൻ മനസ്സ് പറയുന്നതല്ല, വയറ് പറയുന്നത് മാത്രമേ കേൾക്കൂ. നല്ല വിശപ്പുണ്ട്. എന്താ ഇത്? എന്റെ തലയാകെ വൃത്തികേടാക്കിയല്ലോ. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഗുണം ചില്ലറയൊന്നുമല്ല. മുഖമാണെങ്കിൽ തത്തയുടെയും ബോഡിയാണെങ്കിൽ ഗൊറില്ലയെ പോലെയും ആകുന്നുണ്ട്. ഇതെന്തായാലും യമ്മി. എന്റെ വയറ് നിറയുന്നില്ലല്ലോ മമ്മി. മക്കളെ, നിങ്ങൾ എപ്പോഴാ നല്ല പച്ച മല്ലിയില കൊണ്ടുവരേ? ഞങ്ങള് വലിയലയല്ല, പച്ച പോപ്പട്ടിനെ അന്വേഷിച്ചിറങ്ങിയതാ. ഓ സോറി മക്കളെ, സോറി. അത് പിന്നെ മല്ലിയിലയും പോപ്പട്ടും ഗ്രീൻ അല്ലേ, അതുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോയതാ. ഞാൻ വിശപ്പ് മാറാനുള്ള മരുന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും മറന്ന് ഞാൻ ആ ഗുളിക സ്വയം എടുത്ത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് വരാതൊക്കെ. ആഹാ, കൊള്ളാം. ബർത്ത്ഡേ, അതായത് കേക്ക് ഉണ്ടാവും, ജ്യൂസ് ഉണ്ടാവും, പിന്നെ ഗിഫ്റ്റിൽ മിഠായി ഉണ്ടാവും. യമ്മി. ഇവിടെ വെച്ച് ഞാൻ എന്റെ വയർ നിറയ്ക്കും മമ്മി. അമ്മച്ചി, നമ്മുടെ പോപ്പട്ട് സിംഹത്തിന്റെ പാർട്ടിയിലേക്കാ പോയിരിക്കുന്നത്. പോപ്പട്ടിന്റെ വിശപ്പ് തല മാറിയിട്ടില്ല. ഇനി ചിലപ്പോ സിംഹങ്ങൾക്ക് അവനെ കാണുമ്പോ വിശന്നാലോ? എന്റെ കൂട്ടുകാരെ, മിക്കവാറും പോപ്പട്ട് അപകടത്തിൽ വല്ലതും പോയി ചാടും. നമുക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. വേഗം വാ. എടാ ബണ്ണി, എങ്ങനെയാ സിംഹത്തിന്റെ പാർട്ടിയിലേക്ക് കടന്നു ചെല്ലുക? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഇനി വാ. ഡിന്നറിന്റെ ഡെലിവറി 20 മിനിറ്റ് മുമ്പേ ആയി കഴിഞ്ഞിരിക്കുന്നു. എന്നെ പേടിച്ച് നാട്ടിലുള്ള എല്ലാവരും കൃത്യസമയത്തിന് മുമ്പേ ഡെലിവറി ചെയ്യാറുണ്ട്. അയ്യോ, ഡിന്നർ. താങ്കൾ എന്റെ കാര്യമൊന്നും അല്ലല്ലോ പറയുന്നത്. അല്ല, നിങ്ങൾ ആരാ? സ്മാർട്ട് ബോയ്. നാട്ടിൽ മുഴുവൻ ഞാൻ ഷീബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെ താങ്കളൊരു സിംഹമല്ലേ? സംശയമുണ്ടോ? അത് ഞാൻ എല്ലാവരെയും കൺഫ്യൂസ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പേരാണ്. ആളുകൾ വിചാരിക്കും ആട്ടിൻകുട്ടിയാണ് വരുന്നതെന്ന്. അപ്പോ എല്ലാവരും റിലാക്സ് ആവും. പിന്നീട് ഞാൻ വന്ന് പിടികൂടും. ഇപ്പൊ താൻ നിന്നെ പിടിക്കാൻ പോകുന്നത് പോലെ. സ്മാർട്ട് ബോയ്. സ്മാർട്ട് ബോയ്. സ്മാർട്ട് ബോയ്. ഷീബിനോടാണോ നിന്റെ കളി? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്.
അടിച്ചു പൊളിച്ചു തിമിർത്തു സൗജന്യ ഭക്ഷണമോ അതും അൺലിമിറ്റഡ്. ഞാൻ മെയിൻ സാധനങ്ങളെല്ലാം തുടക്കത്തിൽ തന്നെ കഴിച്ചിരിക്കും. ആ കഴിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കഴിച്ചു കാണിക്ക്. ചാലഞ്ചോ അതും ഈ പോപ്പട്ടിനോടോ? ഈ ഹാവ് ഇത് ഞങ്ങളുടെ റെസ്റ്റോറന്റിന്റെ പേരാണ്. ആഹാ. വി ഹാവ് ഞങ്ങളുടെ വെൽക്കം ഡ്രിങ്ക് ഒന്ന് കഴിച്ചു നോക്കൂ. വി ഹാവ് ബണ്ണി നിന്റെ പ്ലാൻ ഫലം കണ്ടു. അടിച്ചു പൊളിച്ചു. അടിച്ചു പൊളിച്ചു തിമിർത്തു. നല്ല ഒന്നാന്തരം വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരെയും ഈ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. പോപ്പട്ടെ, നീ മിഠായിയാണെന്ന് കരുതി വിശപ്പിനുള്ള ഗുളികയാണ് കഴിച്ചത്. അയ്യോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിന്നെ വേഷം മാറി വിശപ്പ് മാറാനുള്ള മരുന്ന് കഴിപ്പിക്കേണ്ടി വന്നു. ആഹാ. അമ്മവാ ഇത്രയും പെട്ടെന്ന് ആ മരുന്ന് ഉണ്ടാക്കി തന്നതിന് നന്ദിയുണ്ട്. പക്ഷെ അമ്മാവനെങ്ങനെയാ ഇത്ര പെട്ടെന്ന് മരുന്ന് ഉണ്ടാക്കിയത്? മക്കളെ, ഞാൻ ആക്ച്വലി ഈ മരുന്ന് ഉണ്ടാക്കിയിട്ടില്ല, വീട്ടിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ ആക്ച്വലി മറന്നുപോയത് ആ മരുന്ന് എവിടെ വെച്ചിരിക്കുന്നു എന്നാ. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം മനസ്സിലായില്ല മക്കളെ. എന്താ? അല്ല, ആക്ച്വലി നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം?